അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിസ്മരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭത്തിൽ ആ ജീവിതത്തിൽ ചില ഉണർത്തലുകൾ, ചില പ്രതിസന്ധികൾ അവർക്ക് നൽകുമെന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചുവിളി ആയിരിക്കും. പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആദ്യമായിട്ടെല്ലാം യാത്ര ചെയ്യുമ്പോൾ ആ ഫ്ലൈറ്റിന് വല്ലാതെ കുലുക്കവും മറ്റോ ടെർബുലൻസ് എല്ലാം വരുന്ന സമയത്ത് ആ യാത്രക്കാർ അതുവരെ നിരവധി വിനോദങ്ങളിലും മറ്റുമെല്ലാം ആസ്വദിച്ച് എല്ലാം മറന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം പെട്ടെന്ന് അതെല്ലാം പോസ് ചെയ്ത് ഒരു ദുആ മോഡിലേക്ക് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായിട്ട് കൈ ഉയർത്തുന്ന ഒരു കാഴ്ച പല സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലുള്ള ആളുകളെല്ലാം അത് വ്യത്യസ്ത ജാതിയും മതത്തിലുംപ്പെട്ട ആളുകളെല്ലാം അവരുടേതായിട്ടുള്ള ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവത്തെ അവർ ആത്മാർത്ഥമായിട്ട് വിളിച്ച ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. അതേ സന്ദർഭത്തിൽ അത് മാറുന്നതോടുകൂടെ, അതായത് വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വരുന്നതോടുകൂടെ അതുവരെ അവർ പോസ് ചെയ്ത് വെച്ച ആ വിനോദങ്ങൾ, ആ മൂവിയെല്ലാം പിന്നീട് പ്ലേ ചെയ്ത് വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവും, നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ആരംഭിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തന്നെ നമ്മൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ഇലാ റബ്ബിക റുജ്അ. സൂറത്തുൽ അലഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിങ്ങളുടെ മടക്കം. അല്ലെങ്കിൽ സൂറത്തുൽ ആശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഇലൈനാ ഇയാബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലെ എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തായിട്ട് ഉണർത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ദുനിയാവിൽ പിന്നിടുന്ന ഓരോ ദിവസം നമ്മൾ ദുനിയാവിൽ പിന്നിടുന്ന സന്ദർഭത്തിലും ഈ ദുനിയാവിൽ നിന്നും നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാണെങ്കിലും അല്ലെങ്കിലും, ഇപ്പോൾ എയർപോർട്ടിലെല്ലാം ഉള്ള കൺവെയർ ബെൽറ്റ് അല്ലെങ്കിൽ ലിഫ്റ്റിലെല്ലാം നമ്മൾ കയറിയാൽ നമ്മൾ പല നൂറുകൂട്ടം ചിന്തകളിലായിരിക്കും. നമ്മൾ എങ്ങോട്ട് ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് അശ്രദ്ധരായാലും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരായാലും അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധരായാലും രണ്ടായാലും ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ചില വാക്കുകൾ ഓർക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രോഗം കാരണം മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന അദ്ദേഹം പറയുന്നുണ്ട്, വളരെ വേഗതയുള്ള ഒരു ട്രെയിനിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ ടിക്കറ്റ് എക്സാമിനർ വന്ന് എന്നോട് നിങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അയാളോട് മറുപടി പറയുന്നുണ്ടായിരുന്നേ, എൻ്റെ സ്ഥലം എത്തിയിട്ടില്ല, എനിക്കിനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ എന്നോട് അവിടെ ഇറങ്ങാൻ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് നമ്മുടെ ജീവിതം. പല സന്ദർഭത്തിൽ നമ്മൾ ഭാവിയെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കണക്കുകൂട്ടലുമായിട്ടായിരിക്കും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പോലും ചിന്തിക്കാത്തൊരു സ്റ്റോപ്പിലായിരിക്കും, അതായിരിക്കും നമ്മുടെ അവസാന സ്റ്റോപ്പായിട്ട് കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഓരോ ആളുകൾക്കും ഒരു നിർണിതമായിട്ടൊരു സ്റ്റോപ്പുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മില്ലി സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അതായത് ആ സ്റ്റോപ്പിൽ അവർ ഇറങ്ങേണ്ടി വരുമെന്നുള്ളതാണ്. ഈ യാത്രക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി റിമൈൻഡറുകൾ അല്ലെങ്കിൽ ഉണർത്തലുകൾ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രൂപത്തിൽ അവനിലേക്ക് നമ്മളെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പ്രതിസന്ധി മാറുന്നതോടുകൂടെ വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുകയാണ്. അപ്പം എത്ര വലിയ ഗഫ്ലത്തിൽ, എത്ര വലിയ അശ്രദ്ധയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്ന് ജീവിക്കുന്ന ആളുകളും ജീവിതത്തിൽ പ്രതിസന്ധിയും ദുരന്തങ്ങളെല്ലാം കടന്നു വരുന്ന സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവർ തിരിയുമെന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രവണത ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാന്റെ 32-ാമത്തെ വചനത്തിൽ ഇദാ ഖശിയഹും മൗജുൻ കദ്ദുലൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ കപ്പലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വലിയ വലിയ തിരമാലകളാൽ അവർ മൂടപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റിലെല്ലാം അകപ്പെട്ടാൽ, ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ആ ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ആ ടർബുലൻസ് വരുന്ന സന്ദർഭത്തിൽ അത്തരം സന്ദർഭങ്ങളിൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുമെന്നുള്ള സുബ്ഹാനല്ലാഹ് പദം പോലും മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഇഖ്ലാസോടുകൂടെ വിളിക്കുമെന്നുള്ള. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഒരു ഫിത്ര,
മനുഷ്യന്റെ ഒരു ഫിത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കോട്ട് ചെയ്യുന്നത്. അത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ദുരന്തങ്ങളെല്ലാം കൺമുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ ഇനിയൊരു രക്ഷയില്ലെന്ന് കാണുന്ന സമയത്ത് ഏതൊരു ബഹുദൈവ വിശ്വാസിയും ഏകദൈവ വിശ്വാസിയായിട്ട് മാറുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇനി ദൈവം തന്നെ ഇല്ലെന്ന് നിഷേധിക്കുന്ന അല്ലെങ്കിൽ ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പോലും അത്തരം സന്ദർഭങ്ങളിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈ ഉയർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, there are no atheists on a sinking ship. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ ഒരൊറ്റ ഭൗതികവാദി അല്ലെങ്കിൽ നിരീശ്വരവാദി ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ അകത്തുള്ള ഫിത്റ പുറത്തേക്ക് വരുമെന്നുള്ളതാണ്.